ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ നോക്കും, രണ്ട് കണ്ണെടുത്ത് വെളിയിലിടും. ആടുത്രി എപ്പോ വരും? ആടുത്രി ഡിസംബറിലാണ് ഷൂട്ട് തുടങ്ങുന്നുള്ളത് നമുക്ക് ഇട്ടിരിക്കുന്ന ഒരു അറിവ്. അപ്പൊ അറക്കലബു അപ്ലിഫ്റ്റ് ചെയ്യപ്പെടും. അല്ല, അറക്കലബു മാത്രമല്ല, പിന്നെ ചേച്ചിയുടെ കൂടെ അതൊക്കെ നമ്മൾ ടി വിയിൽ മറ്റേ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത് ദിവ്യയുടെ കാര്യം. ദിവ്യ പുകഴ്ത്താനാണോ ഉദ്ദേശിക്കുന്നത്? വേണ്ടല്ലേ? വേണ്ട. ഇനി ഞാൻ നിന്നെ പുകഴ്ത്തട്ടെ, ആ സാധനമല്ല. ഇത് വേറെ ആയിപ്പോയി. ഞാനതല്ല ഉദ്ദേശിച്ചത്. ഇതല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മതി. എല്ലാം. മതി ചേച്ചി. ഇവിടെ റഹ്മാൻകയുടെ ഈ പറയുന്ന പോലെ പുള്ളിയുടെ ഒരു ശൈലിയാണ് അടി കൊള്ളണം, അത് ഫ്രെയിമിൽ കിട്ടണം. ആ പടത്തിൽ തല്ലിക്കൊണ്ട് വന്നപ്പോ ലുക്മാൻ കല്യാണം കഴിക്കാൻ പോലും തലേ ദിവസം മറ്റോ കല്യാണം കഴിക്കാൻ വിട്ടില്ല, റഹ്മാൻക്ക് വിട്ടില്ല, നീ പോകണ്ട ഇപ്പൊ അവിടെ നിൽക്കുന്നത്. പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊഡക്ഷനാണ്. അതിനകത്ത് ഒരു സിനിമ എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു. ഒരു ചേച്ചി ഉള്ളൊഴുക്ക് കണ്ടിട്ടുണ്ടല്ലോ? ഉള്ളൊഴുക്ക് കണ്ടില്ല. ഞാൻ കുറച്ച് പകുതി കണ്ടിട്ട് ആ പറ്റുന്നില്ല കാണാനായിട്ട്. അത് ഓരോന്നും പറഞ്ഞു തന്നെ ഇത് ഒരു ഇതിൽ തീരത്തില്ല. അത്രയ്ക്കുണ്ട് കൽപ്പനയുടെ. ഒരുപാട് അത്രയും സന്തോഷം തന്നിട്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് ആ ചിരി മാച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ ചിരിയും കൊണ്ട് പോക്കളഞ്ഞു. നടിയൊന്നുള്ള ലെവല് മാസ്. വേറെ ലെവൽ. അങ്ങനൊരു കലാകാരിക്ക് സഹോദരിയായിട്ട് വന്നതിൽ സത്യത്തെ അഭിമാനമാണ്. നമ്മള് ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോഴാണ് സൈജു ഗ്രൂപ്പ് പ്രൊഡക്ഷൻസ് നേടി കാണിക്കുന്നത്. ഒന്നും കാണാണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഭരതനാട്യം സിനിമയുടെ വിശേഷങ്ങളുമായി ഷൈജു ഗ്രൂപ്പ്, കലാരഞ്ജനി ചേച്ചി, ദിവ്യ, സ്വാതി, എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു. സൈജു, ഇതിനകത്ത് ഒരു ഡയലോഗ് പറഞ്ഞുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്, ട്രെയിലർ അവസാനിക്കുന്നത്. നമ്മൾ ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോഴാണ് സൈജു ഗ്രൂപ്പ് പ്രൊഡക്ഷൻസ് നേടി കാണിക്കുന്നത്. സത്യത്തിൽ എന്താണ് അത്ര ഗുമ്മുണ്ട് അതിനകത്ത്? സംഭവം സംഗതിയൊക്കെ ഉണ്ടോ ഇതിനകത്ത്? അല്ല, ഇതിപ്പോ എന്താ സംഭവിച്ചാല് ആൾക്കാർ ട്രോളിലൂടെ പറയുന്ന ഭയങ്കര ഓവർ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതൊന്നും കാണാണ്ട് നമ്മളിതൊക്കെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നുണ്ടെന്നുള്ളത് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിട്ട് വരും. പക്ഷെ അത് സിനിമയിലെ ഒരു സീനിന്റെ ഒരു ഭാഗമാണത്. പക്ഷെ ഇത് ഈ സിനിമയിലൂടെ പ്രൊഡക്ഷനിലേക്ക് കടക്കാൻ ഞാൻ തീരുമാനം എടുത്തത് അതിന് പല റീസൺസും ഉണ്ട്. ഇപ്പം ഞാൻ സിനിമ വന്ന സമയത്ത് അഭിനയം അല്ലാണ്ട് വേറെ ഇപ്പം താങ്കളെ പോലെ ഇന്റർവ്യൂവില് എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പം നടന്മാരൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം സംവിധാനം നോക്കിക്കൂടെ ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, സംവിധാനത്തിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അത്രയും ഒരു ക്രിയേറ്റീവ് മൈൻഡൊന്നും അല്ല എൻ്റെ. പിന്നെ ഇതൊരു ഈ സംവിധായകൻ എന്ന് പറയുന്നത് ക്രിയേറ്റീവ് മാത്രമല്ല, അയാൾക്ക് മാനേജ്മെന്റ് അറിയണം. ഒരു ക്യാപ്റ്റനാണല്ലോ, അപ്പം അത് കറക്റ്റായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് പുള്ളി. അപ്പൊ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് പറ്റണം. പേഷ്യൻസ് വേണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഈ ഡയറക്ടർ കടന്നു പോകുന്നത്. അപ്പൊ ഇതെല്ലാം വേണം ഒരു ഡയറക്ടർ ആണെങ്കിൽ. പിന്നെ ബാക്കിയുള്ള ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ്സ്, ഇപ്പം ബാക്കിയുള്ള എല്ലാം ഒരു പരിധി വരെ എല്ലാം ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ആ ക്രിയേറ്റിവിറ്റി ഒന്നും എനിക്കില്ല. പിന്നെ അഭിനയം കുറച്ച് നന്നാക്കി വരുവാണ് ഞാൻ. അപ്പൊ അതില് ഓക്കെ അഭിനയിക്കാൻ പറ്റുമെന്നുള്ളൊരു ഇത്, ഭയങ്കര ഭീകര അഭിനയം അല്ലെങ്കിലും നമുക്ക് മര്യാദയ്ക്ക് അഭിനയിക്കാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊഡക്ഷനാണ്. അതിനകത്ത് ഒരു സിനിമ എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു, ഒരു സിനിമ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ ഒരു 150 മൂവീസ് ഡൗൺ ആണ്. ഞാനൊരു കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാനത് സീരിയസ് ആയിട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റി. അപ്പോൾ അതിൻ്റെ അകത്തൊരു വെല്ലുവിളി എന്ന് വെച്ചാൽ, ഒന്ന് എനിക്ക് ഷോൾഡർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ബഡ്ജറ്റ് ആയിരിക്കണം. ഓക്കെ, ഒന്നത്. രണ്ടാമത്തത്, എനിക്ക് പ്രൊഡക്ഷനെ പറ്റി A to Z അറിയില്ല. എനിക്ക് അറിയാവുന്ന ചിലപ്പോൾ ഒരു 20% ആയിരിക്കും. അപ്പോൾ ഇവിടെ സിനിമകൾ ചെയ്ത് പരിചയമുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി ആയിട്ട് വേണം എനിക്ക് പാർട്ണർഷിപ്പ് ചെയ്യാൻ. ഓക്കെ, ഈ പ്രൊഡക്ഷൻ കമ്പനിയുടെ എന്താണ് മെയിൻ ആള് അതുകൊണ്ട് ഇപ്പം നമ്മുടെ തോമസ് ചേട്ടൻ ഇപ്പം ഞാൻ പാർട്ണർഷിപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു മെയിൻ ആള് ആയിട്ട് ഞാൻ സിങ്ക് ആവണം, അദ്ദേഹം എന്നെ ഒരു പാർട്ണറായിട്ട് അക്സെപ്റ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കൊരു സംവിധായകൻ, ഇപ്പം ഇതിനകത്ത് സംവിധായകൻ തന്നെയാണ് റൈറ്റർ. ഒരു റൈറ്റർ അല്ലെങ്കിൽ ഒരു സംവിധായകൻ വന്നിട്ട് നമ്മളോട് നരേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു കോൺഫിഡൻസ് വരും അയാളോട്. അയാൾക്ക് വളരെ വ്യക്തമാണ് ഈ സബ്ജക്റ്റ് എന്നുള്ളത്. അങ്ങനത്തെ കോൺഫിഡൻസ് എനിക്ക് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് പല ഡയറക്ടേഴ്സ് നമ്മളോട് കഥ പറയുമ്പോഴത്തേക്കും.
പക്ഷെ ഇതൊരു ഒരു വളരെ വ്യത്യസ്തമായ ഒരു ബാക്ക് ഡ്രോപ്പിലാണ് ഈ സിനിമ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പ്രശ്നമാവും. അത് പറയുമ്പോഴും പ്രശ്നമാണ്. വ്യത്യസ്തത എന്ന് പറയുന്ന അതെ വാക്ക് ഉപയോഗിച്ച് ഉപയോഗിച്ച് cliche ആയി തുടങ്ങി. അതെ അറിയാണ്ട് നമ്മുടെ വായുന്നത് വന്നു പോകും. നമ്മൾ എല്ലാ പടങ്ങളും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ വന്നുപോയി, സോറി. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട് ഈ പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങാൻ. അപ്പൊ ഇതിന്റെ കഥ പറഞ്ഞപ്പോഴത്തേക്കൊന്നും ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. ഞാനും നിർമ്മാതാക്കളോട് സംസാരിക്കാന്ന് പറഞ്ഞു. പക്ഷേ ദാസൻ പറഞ്ഞ, അത് കൃഷ്ണദാസൻ നമ്മുടെ റൈറ്റർ ഡയറക്ടർ, അവൻ പറഞ്ഞ കഥ പോലെ തന്നെ എനിക്കൊരു വേറെ 5 കഥകളുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇതൊന്നും പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചില്ല, പക്ഷേ ഇതൊക്കെ അഭിനയിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പ്രൊജക്റ്റ് ആയിട്ടില്ല. പ്രൊജക്റ്റ് വെച്ചാൽ നിർമ്മാണ കമ്പനി അത് ഏറ്റെടുക്കണം, പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. അങ്ങനെ തോമസ് ചേട്ടനായിട്ട് കാഷ്വലി ഒരു പ്രാവശ്യം മീറ്റ് ചെയ്തപ്പോഴത്തേക്കും അദ്ദേഹം എന്നോട് ചോദിച്ചു, നല്ല കഥകൾ പോലും കേട്ടോന്ന് ചോദിച്ചു. അത് അദ്ദേഹത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചോദിച്ചൊന്നും ആയിരിക്കില്ല. ഞാൻ ഏതൊക്കെ പടം ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി 2 പടം അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. ചുമ്മാ ചോദിച്ചതാണ്. അപ്പോൾ ഞാനൊരു 2 കഥ പറഞ്ഞു. അതിൻ്റെ ഒന്ന് ഭരതനാട്യമായിരുന്നു. ഇത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. അപ്പോൾ ഇത് ദുബായ് വെച്ചാണ് ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത്. ഇതൊന്നും എനിക്ക് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അത്ര വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. അതിൻ്റെ കാരണം നമ്മൾ പലപ്പോഴും കഥ പറയുമ്പോഴത്തേക്കും ആക്ടേഴ്സ് ആയാലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അവർ പറയാറുണ്ട്, ഇത് രസമുണ്ടല്ലോ, അതൊന്ന് ഒരു ദിവസം നമുക്ക് കേൾക്കാം. പിന്നെ അത് നമ്മൾ വിട്ടുപോകും, അവരും വിട്ടുപോകും, അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ പിറ്റേ ദിവസമാണ് ഞാൻ ദുബായിൽ തിരിച്ചു വരുന്നത്. അപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്കും തോമസ് ചേട്ടനായപ്പോൾ ഇന്ന് പോവുകയാണല്ലോ, പാക്കിങ് കഴിഞ്ഞോ എന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ എന്നോട് വീണ്ടും എന്നെ റിമൈൻഡ് ചെയ്തു, സൈജു ഇന്നലെ പറഞ്ഞ ത്രെഡില്ലേ, ആ കഥ എനിക്ക് കേൾക്കണം. ജാനുവരിയിൽ ഞാൻ വരുന്നുണ്ട് എറണാകുളത്ത്. ആ സമയത്ത് ഒന്ന് അവരോടൊന്ന് പറഞ്ഞേക്ക്, ഒന്ന് പറയണമെന്ന്. അങ്ങനെ എൻ്റെ ഓഫീസ് സ്പേസിലിരുന്ന് നമ്മൾ കേൾക്കുന്നു. അപ്പോൾ തന്നെ കേട്ടോണ്ട് തന്നെ കൈ കൊടുക്കുന്നു തോമസ് ചേട്ടൻ. അങ്ങനെ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ജിതേഷും കൃഷ്ണദാസും കൂടെ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു. ഞാൻ തോമസ് ചേട്ടനും കൂടെ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നു. 5 മിനിറ്റിൽ എൻ്റെ മനസ്സിൽ വന്നത്, തോമസ് ചേട്ടൻ ആണല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ ഐ ഷുഡ് ഓൾസോ ജോയിൻ ഹിം, ബിക്കോസ് ഐ നോ ഹിം വെരി വെൽ. ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ് എല്ലാ കാര്യങ്ങളും, മനസ്സിലായില്ലേ. പിന്നെ ഒരു ഇതേ ഉള്ളൂ, ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ചിലപ്പോൾ നോ പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രൊജക്റ്റ് നടക്കാണ്ട് വരുമോ, ഇതൊക്കെ നമ്മൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില പുള്ളിക്ക് എന്നോട് നോ പറയാൻ പറ്റില്ല. ഞാനിത് പറഞ്ഞ ഉടനെ പുള്ളി സ്പോണ്ടേനിയസ് ആയിട്ട്, അപ്പം ഞാനിത് ശ്രദ്ധിക്കുകയാണ്, ഇത് സ്പോണ്ടേനിയസ് ആണോ അതോ പുള്ളി ഒരു 2 സെക്കൻഡ് ലാഗ് എടുക്കുന്നുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനിത് പറഞ്ഞ ഉടനെ അടിപൊളി, നമുക്ക് ചെയ്യാം, ഇതാണ് പറഞ്ഞത്. അപ്പം പിന്നെ എനിക്ക് കോൺഫിഡൻസ് ആയി, പുള്ളിക്ക് ഞാൻ ഓക്കെ ആണെന്നുള്ളത്. അങ്ങനെ എനിക്ക് തോന്നുന്നത് എൻ്റെ ഓഫീസ് പനമ്പള്ളി നഗറിൽ, അവിടെ നിന്ന് ഇറങ്ങി പാലാരിവട്ടം എങ്ങാണ്ട് എത്തിയപ്പോഴത്തേക്കാണ് ഞാൻ ദാസനെ വിളിച്ച് പറയണത്, എടാ ഞാനും കൂടെ അതിൻ്റെ അകത്ത് കോ പ്രൊഡ്യൂസർ ആയിട്ടുണ്ടെന്ന് പറയുന്നത്. അത്ര സമയം കൊണ്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണ്. പിന്നെ ഈ കഥ ഞാനത് വെറുതെ ബിൽഡപ്പ് ചെയ്ത് പറയുമല്ലോ, പക്ഷേ ഈ കഥ നല്ലതായതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു ആക്ടറിനെ നമ്മൾ അപ്രോച്ച് ചെയ്തപ്പം അവർക്കൊക്കെ ഒറ്റയടിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. പിന്നെ അവരുടെ ഡേറ്റ്സിന്റെ ഇഷ്യൂസ് കാരണമാണ് ഇത് അവർക്ക് ചെയ്യാൻ പറ്റാണ്ട് വന്നത്. അങ്ങനെ ഒരു 3-4 ആർട്ടിസ്റ്റ് മാറി. അതായത് ഒറിജിനൽ കാസ്റ്റിംഗിലുണ്ടായിരുന്നു. പക്ഷെ ഒറിജിനൽ കാസ്റ്റിംഗിലുണ്ടായിരുന്നു നമുക്ക് കലചേച്ചി ആയാലും നന്ദു ചേട്ടനായാലും ഇവരൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തു. ചിലവരൊക്കെ മാറുകയും ചെയ്തു. ഈ ഡേറ്റ്സിന്റെ ഇഷ്യൂസ് ആയിരുന്നു. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരു ആക്ടർ ഇതുവരെയും പറഞ്ഞു, ഞാൻ പേര് പറയുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ഭയങ്കര വിഷമാണ് ഈ പടം ചെയ്യാൻ പറ്റാത്തതിന്റെ. ദാസനെ വിളിച്ച് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ ഈ പടം പോസ്റ്റ്പോണ്ട് ആകാൻ, ഷൂട്ടിങ് ചില പുള്ളിക്ക് അഭിനയിക്കാൻ വേണ്ടി. അപ്പം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറയാം. അത്രയും നല്ല റെസ്പോൺസ്. അതെ അതെ. ചേച്ചി, നമുക്ക് ഇതിന്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് സൈജുവിന്റെ കണ്ണിനെ കുറിച്ച് ഒരു കമന്റ് പറഞ്ഞോണം ചേച്ചി. പറയൂ ചേച്ചി. അല്ല, സെറ്റിൽ വന്നിട്ട് നമ്മൾ ഷോട്ട് എടുക്കുമ്പോൾ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ നോക്കും, ഈ 2 കണ്ണെടുത്ത് വെളിയിടും. അപ്പൊ ഞാൻ പറയും, ഈ കണ്ണെടുത്തകത്തിട്ട് കാരണം ഡയലോഗ് മറന്നു, ഷോട്ട് എന്താ എടുക്കാന്ന് മറന്നു. അങ്ങനെ എപ്പോഴും ഞാൻ പറയും. അതുപോലെ സായിച്ചേട്ടൻ്റെയും കണ്ണ് വലിയ കണ്ണാണ്, അച്ഛനും മോനും പോലെ തന്നെ ഇരിക്കും ഇതിനകത്ത്. ചേച്ചിയുടെ പണി സെറ്റിൽ സൈജുവിന്റെ കണ്ണിന് കണ്ണിടുക എന്നുള്ളതായിരുന്നു എപ്പോഴും ഞങ്ങളുടെ അടുത്ത്. ഞങ്ങളായിരുന്നല്ലോ കൂടുതലും അടുത്ത്, സൈജുവിന്റെ കണ്ണ് കണ്ടോ എപ്പോഴും ഞങ്ങളോട് പറയും. സൈജുവിന്റെ കണ്ണിൽ കണ്ണു വെച്ച ഒരാളാണ് ചേച്ചിയുടെ അഭിനയം കണ്ട് കണ്ണു തള്ളിയതാണ്, അതുകൊണ്ടാണ്. അത് കൊള്ളാം ചേച്ചി. ചേച്ചിയുടെ അഭിനയം കണ്ട് സൈജുവിന്റെ കണ്ണ് തള്ളിയത്, അതാണ് കമന്റ്. എപ്പോ നോക്കിയാലും ഞാൻ ഇത് തന്നെ പറഞ്ഞു, മുമ്പ് പറയും കണ്ണെടുത്തകത്തിടും. അതെ അതെ. ചേച്ചി, പ്രൊഡക്ഷൻ ഒരുപാട് മാറി. ഇപ്പം ഇടയ്ക്കൊക്കെ ചേച്ചി സിനിമയിൽ വന്ന് പോകുന്നുണ്ട്. ഇപ്പം മൊയ്തീനിൽ നമ്മൾ നോട്ടബിൾ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു സോഫിയും സുജാതയിലും അവസാനം വന്നത്.
ഇപ്പോൾ തമിഴ്, കന്നഡ, തെലുങ്ക് അങ്ങനെ ചേച്ചി മാത്രമല്ല നിങ്ങൾ 3 പേരും ഭയങ്കര അസാധ്യമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉള്ളൊഴുക്ക് കണ്ടതിന് ശേഷം ചേച്ചിയെ കാണാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ ആ ഹാങ് ഓവർ ഒന്നും മാറി വന്നിട്ടില്ല. അപ്പോൾ കലാരഞ്ജിനി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഉർവശിയുണ്ട് ഇവിടെ സെറ്റ്, ഇവിടെ എറണാകുളത്ത് ഉണ്ട്, ഇപ്പോൾ ഉണ്ട്, കാക്കനാടുണ്ട്. കാക്കനാട് ഉണ്ടല്ലേ. അപ്പം ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ വരുന്നു പറയുന്നുണ്ട്. അതെ അതെ അതെ. അപ്പൊ നമ്മള് ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് എല്ലാം നോക്കും ചേച്ചിയുടെ വിവരങ്ങളൊക്കെ, ഏത് പടത്തിലാണ് ചേച്ചി പോകുന്നത്. അപ്പൊ ഈ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിലൊക്കെ നിങ്ങൾ 3 പേര് കോമ്പോസ് ഉണ്ട് APC ചേച്ചി ബിന്ദു പണിക്കര്. ആ ഒരു പടം ഉണ്ടല്ലോ, അതിപ്പോഴും നമ്മൾ ആവർത്തിച്ചതിന്റെ ക്ലിപ്പിംഗ്സ് കാണാറുണ്ട്. അത് ചെയ്യുന്ന സമയത്തുള്ള ഒരു സ്പോണ്ടേനിറ്റി ഉണ്ട്. 3 പേരും കാണാൻ എല്ലാവരും കൂടെ സിംഗായ സീൻസ് നടത്തും. അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ ഡയലോഗ്സിന്റെ ഒരു അസാധ്യ പെർഫോമൻസ് ആണ്. അത് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന രാജസേൻ സാറിന്റെ കൂടെ ആണല്ലോ, അത് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന ഒരു ഓർമ്മകൾ കൊച്ചിൻ അനീഫ, എല്ലാവരും ജഗദീഷ്, എല്ലാവരും ഉണ്ടല്ലോ, ഓടിയോടി ഉണ്ണികൃഷ്ണൻ. അപ്പൊ അവരൊക്കെ എന്താ ലെജൻഡാണ്. അവരൊക്കെ എന്ത് വലിയ ആർട്ടിസ്റ്റുകളാണ്. അവർക്കൊപ്പൊക്കെ പിടിച്ചു നിൽക്കുക വെച്ചാൽ വലിയ പാടാ. പിന്നെ APCയിൽ എഴുതാം ഷോട്ടിന് ഞങ്ങൾ തമ്മിലിങ്ങനെ പറയും, ഇതാണ് തീം, നിങ്ങൾക്ക് എന്ത് ഇത് കുളവാക്കാൻ പറ്റുന്ന എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഡയറക്ടർ പറയുന്നത്. അപ്പം അതിന് ഇങ്ങനെ പറയാം, അങ്ങനെ പറയാം, ഇങ്ങനെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് തീരുമാനിച്ച് ചെയ്താണ്. അപ്പം അത് ചിരിക്കും കേട്ടോ. KPCയിൽ ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചിരിച്ച് കൊള്ളാൻ വരും. ഏത് ബിന്ദു പണിക്കരും ഞാനും ഒക്കെ ചിരിയാ ഷോട്ടിന്, ഓരോ ഷോട്ട് 8 ടേക്ക് 9 ടേക്കാ ഓരോന്നിനും എടുക്കുന്നത്. പക്ഷെ നന്നായിട്ട് അതും ഇതുപോലെ പറയുന്ന ഒരു കൂട്ടായ്മയാണ്. അതേ വിജയിക്കൂ, അതേ ഇന്നും പറയുന്നുള്ളൂ. എപ്പോഴും ഒരു ആർട്ടിസ്റ്റിനെ ഫ്രീ ആയിട്ട് വിടുന്ന വെച്ചാൽ ഓവറാക്കാനല്ല, കൺട്രോളിങ് പവർ വേണം. എങ്കിലും ആ സെറ്റിൻ്റെ ഒരു സന്തോഷമാണ് എപ്പോഴും ആർട്ടിസ്റ്റിൻ്റെ ആ ഫ്രെയിമിൽ കാണുന്നത്. അതാണ് ഇന്ന് ഓർക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതും. ഇവിടെ ക്യാരവലിൽ ഇരിക്കുന്ന ആരുമില്ല, എല്ലാവരും ഒന്നിച്ച്. ഷോട്ട് കഴിഞ്ഞാലും വൈകുന്നേരം വരെ ഒന്നിച്ചായിരിക്കുന്നത്. പിന്നെ 12 മണി 1 മണി വരെ ഷൂട്ടിംഗ് ഇല്ല, വൈകുന്നേരം ആകുമ്പോൾ തീരും. ആർട്ടിസ്റ്റിന് ഫ്രീ ആണ്, സന്തോഷമാണ്. പിന്നെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഇപ്പോൾ സത്യം കേട്ടോ, പ്രൊഡ്യൂസർ എന്നുള്ളത് ലെവലല്ല, ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല സൈറ്റ് പ്രൊഡ്യൂസറാണെന്ന്. അത്രയ്ക്ക് സ്മാർട്ട് പ്രൊഡ്യൂസറാണ്. എന്താണെന്ന് അറിയാമോ, ഒന്നും ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചേച്ചി വിചാരിക്കും നന്മ കൊണ്ടാണ്, നല്ല ദിവ്യ ശരിക്കും കസവയ്ക്ക് ശേഷം ശരിക്കും ഭീമന്റെ വഴിയിലാണ്. നല്ലൊരു ക്യാരക്ടർ, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നില്ലേ? അത് അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ആ സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഈ പെണ്ണുങ്ങൾ മാസ് കാണിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സിനിമയിൽ അധികം ഇല്ലാത്തൊരു പരിപാടിയാണ്. ക്യാരക്ടർ കൊണ്ട് പലതരത്തിലുള്ള മാസ് കാണിച്ചിട്ടുണ്ടെങ്കിലും ഈ മാസ് ശരിക്കും ആക്ഷൻ കാണിക്കുന്ന സിനിമകൾ വളരെ കുറവാണ്. ഈ അടുത്ത കാലത്താണ് മന്ദാകിനിയിൽ ഒരു മാസ് സീൻ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ഈ ഭീമന്റെ വഴിയിലാണ് ശരിക്കും മാസ് സീൻ. ആ സിനിമയുടെ ഭാഗമാകുമ്പോൾ ദിവ്യക്കേണ്ട ഒരു സന്തോഷം അതൊന്ന് പറയും. അത് ഇപ്പോഴും ഭീമന്റെ വഴിയെ പറ്റി നമ്മൾ സംസാരിക്കുന്നില്ലേ, അത് തന്നെയാണ് സന്തോഷം. കാരണം ഞാൻ ഒത്തിരി പടങ്ങള് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് എനിക്കൊരു ത്രൂ ഔട്ട് ഒരു വേഷം കിട്ടിയത് ഭീമന്റെ വഴിയില്ല. ചെമ്പൻ വിനോദ് എഴുതിയപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ട് എന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് സ്ത്രീകളെ പറ്റി. പിന്നെ അഷ്റഫ് ഹംസ, അദ്ദേഹത്തിനും സ്ത്രീകളോടുള്ളൊരു റെസ്പെക്ട്, സ്ത്രീകൾ ഇങ്ങനെ ആയിരിക്കണം. എൻ്റെ സ്ത്രീ സ്കൂട്ടർ ഓടിക്കുക, എൻ്റെ പുറകിലിരുന്നാൽ മതി നായകൻ, അതാണ് ഡയറക്ടറുടെയും എഴുത്തുകാരൻ്റെയും ചിന്താഗതി. അപ്പൊ അതാണ് ആ സിനിമയിൽ കണ്ടത്. നമ്മളെ പോലൊരു ആർട്ടിസ്റ്റിന് അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുക. എന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെമ്മചേട്ടൻ ആ പടത്തിന്റെ സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോ ചവിട്ടുന്ന സീനായിരുന്നു ഹൈലൈറ്റ്. ആ ചവിട്ടലെന്ന് കേട്ടപ്പോ തന്നെ ഞാൻ ചെയ്തോളാം. കാരണം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണമല്ലോ. ഒത്തിരി സിനിമകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ പലതും നമ്മളെ ശ്രദ്ധിക്കാതെ പോകുന്ന സിനിമകളും ഉണ്ട്. അപ്പോൾ ഒരു സിനിമയിലെങ്കിലും ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കഥാപാത്രം ചെയ്യാന്നുള്ളത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് സന്തോഷമുള്ള കാര്യമായിരുന്നു. ഇപ്പോഴും സന്തോഷമാണ്. എന്നെ ആളുകൾ ശ്രദ്ധിച്ചതും എനിക്ക് കൂടുതൽ ആളുകൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞതും ഒക്കെ ആ സിനിമയിൽ തന്നെയാണ്. അതുപോലത്തെ ഒരു കഥാപാത്രമാണ്. ഇപ്പം ഇടി ബഹളമൊന്നും ഇല്ലെങ്കിലും അതുപോലെ ത്രൂ ഔട്ട് ഈ ഭരതനാട്യം കണ്ടിറങ്ങിയ എന്നെ ആരും മറക്കില്ല. എന്നെ നല്ല ഒരു ക്യാരക്ടറും ആരും മറക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രം ലാസ്റ്റ് മിനിറ്റിലാണ് എനിക്ക് ഈ കഥാപാത്രം വന്നത് എൻ്റെ അടുത്തേക്ക്. എന്നെ വിളിച്ച് ദാസ് കഥ പറഞ്ഞപ്പം ഓക്കെ, കഥ കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ക്യാരക്ടർ കേട്ടപ്പോൾ അതിലും ഇഷ്ടപ്പെട്ടു, കൊള്ളാം, അടിപൊളി, എനിക്ക് ചെയ്യാൻ പറ്റും. അതുമല്ല ത്രൂ ഔട്ട് ഉണ്ട് നമ്മളെല്ലാവരും.
അപ്പൊ ഒരാൾക്കൊരു ഇമ്പോർട്ടൻസ് അങ്ങനെയല്ല ഈ സിനിമയിൽ മൊത്തത്തില്. എല്ലാ കഥാപാത്രത്തിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഭീമന്റെ വഴി മാറിയ ആൾക്കാർ ഇതിനെപ്പറ്റി പറയും. അടിപൊളി, അങ്ങനെ ആവണം. ഈ പെണ്ണുങ്ങളുടെ തല്ലിനെ കുറിച്ച് പറഞ്ഞതുപോലെ ആണുങ്ങളുടെ തല്ലില് ഭയങ്കരമായിട്ട് ഓ, ഞങ്ങളൊരു കൊട്ടേഷൻ തുടങ്ങേണ്ട ആവശ്യമില്ല. ഭാഗാവുകയും ചെയ്ത. പക്ഷെ അതിനേക്കാൾ ഏറ്റവും രസം എന്ന് പറയുന്നത് സ്വാതിയുടെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ അത് ശരിക്കും ദിവ്യക്ക് ഇപ്പൊ ഞാൻ പരിചയപ്പെടുത്തിയില്ലേ, സ്വാതി ശരിക്കും ജനൻ ടി വിയിൽ ഉണ്ടായിരുന്നു. സ്വാതിയുടെ അടുത്ത് ഞാനിപ്പോ പറഞ്ഞതാണ്, ദിവ്യ ശരിക്കും ജനൻ ടി വിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ രണ്ടുപേരും രണ്ട് തല്ലുകാർ ജനത്തിലുണ്ടായിരുന്ന ജനപ്രിയരാണ്. ജനപ്രിയരാണ്. അപ്പൊ ഈ വിശേഷം പറയുന്നതിന് മുമ്പ് നമുക്ക് സ്വാതിയുടെ ഒരു പാട്ടിൽ തുടങ്ങാം. ഉറപ്പായിട്ടും പാട്ട് എന്തായാലും പാടിക്കുന്ന അറിയാതെ സെറ്റിലും സ്വാതിയുടെ പാട്ടായിരുന്നു ഫുൾ ടൈം. പിന്നെ പാടി വെറുപ്പിച്ചെന്നല്ലേ ഉദ്ദേശിച്ചത്. നന്നായിട്ട് പാടും. നിന്നനുരാഗമിതെൻ സിരയിൽ സുഖഗന്ധമെഴും മതിരാസവമായി ഇളമാനിണ നിൻ കുളിർമാറിൽ സഖി തരളാർദ്രമിതാ തല ചായ്ക്കുകയായി വരു സുന്ദരിയൻ മലർശയ്യതിൽ പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്നുകുളം പോൽ തുടുശോഭയിഴും നിറമുന്തിരി നിൻ മുഖസൗരഭമോ പകരുന്നു. ജോൺസൺ മാഷിന്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാട്ടുകളിലൊന്നാണ് എനിക്ക് തോന്നുന്നു ONV സാറാണ് വരി എഴുതിയത്. അത് അതിന്റെ അടുത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര അർത്ഥമുള്ള രസമുള്ള വരികളാണ്. പ്രഭാതത്തെ കുറിച്ച് പറയുന്നത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വരികളാണ്. അത് പിന്നെ പോകും, പിന്നെ നമുക്ക് സംസാരിക്കാം വേറൊരു പരിപാടി. അത്ര എടുത്തുള്ളൂ. സ്വാതി, ശരിക്കും തല്ലുമാലയുടെ എക്സ്പീരിയൻസ് പറയൂ. അയ്യോ, വല്ലാത്ത പ്രൊഡക്ഷൻ ആയിരുന്നു. എക്സ്പീരിയൻസ് വല്ലാത്ത പ്രൊഡക്ഷൻ ആയിരുന്നു. അതെ, പിന്നെ ഗംഭീര പ്രൊഡക്ഷൻ ആയിരുന്നു. വലിയ പടമായിരുന്നല്ലോ. അതുപോലെ നല്ല തല്ലുമായിരുന്നു. അത് ഡയറക്ടർ നമ്മുടെ റഹ്മാൻകയുടെ ഈ പറയുന്ന പോലെ പുള്ളിയുടെ ഒരു ശൈലിയാണ്, അടി കൊള്ളണം, അത് ഫ്രെയിമിൽ കിട്ടണം. അപ്പൊ പിന്നെ നമ്മൾ പിന്നെ തല്ലുമാല നമ്മുടെ ഫസ്റ്റ് പടമാണ്. അത്ര ത്രൂ ഔട്ട് ഒരു പരിപാടി വരുന്ന ആദ്യത്തെ പടം എന്ന് പറയുമ്പോൾ ഈ എത്ര വേണമെങ്കിലും കൊള്ളാന്നുള്ള ഫുൾ ഇതിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഭാഗ്യവശാൽ എൻ്റെ കൂടെയുള്ളവരെക്കാളും കുറവാണ് എനിക്ക് കിട്ടിയത്. ഒരു പാട്ടും കിട്ടി നല്ലത്. ആ ഒരു പാട്ടില് അതെ. അത് ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ഞാൻ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഒരു പാട്ട് ഒരു ആക്ടറിനെ സംബന്ധിച്ചുള്ള ഒരു പാട്ട് സീൻ ത്രൂ ഔട്ട് ഒരു പാട്ട് സീനിലുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സിനിമ വരുമ്പോഴേ കാണുള്ളൂ. പക്ഷേ ഈ ടി വിയിൽ ഈ സിനിമ ഗാനങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കുട്ടികളും പിന്നെ ഫാമിലിയും എല്ലാവരും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് റിപ്പീറ്റഡ്. അപ്പം നമ്മളെ പെട്ടെന്ന് തിരിച്ചറിയാനും നമ്മളെ മുഖം രജിസ്റ്റർ ആവാനും ഒരു പാട്ട് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. അത് ഓള മെലഡി എന്ന് പറഞ്ഞ പാട്ട് എനിക്ക് തന്നിട്ടുണ്ട്. കുറേ കുട്ടികൾ എന്നെ കാണുമ്പോൾ സത്താർക്കാന്നൊക്കെ വിളിച്ച് വരുന്നതൊക്കെ ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. അടിപൊളി. ആ പടത്തിൽ തല്ലിക്കൊണ്ടിരുന്നപ്പോ ലുക്മാൻ കല്യാണം കഴിക്കാൻ പോലും മറന്നുപോയി. തലേദിവസം കല്യാണം കഴിക്കാൻ വിട്ടില്ല, നീ പോകണ്ട, ഇപ്പൊ അവിടെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ. ഞാൻ അവിടെ എത്തും വേണം, ഇത് ചെയ്യും വേണം, അടിയും കൊള്ളണം, നാളെ കല്യാണത്തിന് മുമ്പ് മുഖമൊക്കെ നീറ്റായിട്ട് ഇരിക്കണമല്ലോ, മുഴച്ചിരിക്കാൻ പാടില്ലല്ലോ. അങ്ങനത്തെ ടെൻഷനിലൊക്കെ. ചേച്ചി കൽപ്പന ചേച്ചി പലതരത്തിലുള്ള തമാശകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്വയം ട്രോൾ എന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ വീട്ടിൽ രണ്ട് അതിസുന്ദരികൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ടെററായിപ്പോയെന്നാണ് ചേച്ചി പലപ്പോഴും പറയുന്നത്. ഈ സുന്ദരിമാരെയൊക്കെ പരിചയപ്പെടുത്താൻ വിളിക്കും, അപ്പം ഒരു ടെററായിട്ടുള്ള എല്ലുന്തി ഒരു പെങ്കൊച്ചു വരും. അതുകൊണ്ട് അന്ന് മുതൽ തന്നെ 8ാം വയസ്സ് മുതലോ മറ്റോ ചേച്ചി തുടങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് സംസാരിക്കും. ചേച്ചിയുടെ ഒരു വർത്തമാനത്തിൻ്റെ ഒരു സ്റ്റൈലുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര വലിയ ആർട്ടിസ്റ്റ് ആവുമെന്ന് പറയുന്ന സ്ഥലത്തും ചേച്ചി ഗംഭീരമായിട്ട് വേറൊരു തരത്തില് ശ്രദ്ധിക്കപ്പെടുകയും ഭയങ്കര സ്പോണ്ടേനിറ്റി വരികയൊക്കെ ചെയ്തു. ചേച്ചിയെ കുറിച്ച് പറഞ്ഞു. വീട്ടിലെ ആദ്യത്തെ ആർട്ടിസ്റ്റ് കൽപ്പനയാണ്. കൽപ്പന കഴിഞ്ഞാണ് ബാക്കിയുള്ളവർ വരുന്നത്. ഞാൻ ലാസ്റ്റ് വന്ന ആർട്ടിസ്റ്റ്. ഞാൻ അഭിനയിക്കാൻ വരുമെന്ന് പ്രതീക്ഷിച്ച് വന്നാൽ ശ്രീമാൻ നബി സാറിൻ്റെ ഒരു നിർബന്ധത്തിൽ വന്നതാണ്. അതിലും കൽപ്പനയാണ് ബുക്ക് ചെയ്തിരുന്ന പടത്തില്. അവള് മാറി എന്നിട്ട് എനിക്ക് ആ ക്യാരക്ടർ തരുമായിരുന്നു. ചേച്ചി ഉണ്ടായിരുന്നില്ലേ? അതെ അതെ, നിങ്ങൾ രണ്ടുപേരും ഇല്ലായിരുന്നു ആ പടത്തില്? പേര് ചേച്ചി വിട്ടുപോയി. ഞാൻ ശ്രീമാൻ നമ്പി സാറിന്റെ സാറ് തന്നെ എഴുതിയ സ്വന്തമെന്ന പദം ആ പടത്തില്. അപ്പൊ കൽപ്പന ആർട്ടിസ്റ്റാണ്. അവള് ഫസ്റ്റ് മുതൽ സ്കൂള് മുതല് അവള് മിമിക്രി മോണോക്റ്റും ഒക്കെ ചെയ്യുന്നുണ്ട്. കോമഡി എന്ന് പറയുന്ന അവള് സിനിമയിൽ വിജയവത്തി കാണിച്ചതിന് 100-1 കാണിച്ചിട്ടുള്ളൂ. ചുറ്റൂര കണ്ണ് തുറന്നഴിച്ച് വരുന്നത്
ആർക്കെങ്കിലും ഒരാപ്പ് വെച്ചിട്ടായിരിക്കും. ഷോ ചേച്ചി നിങ്ങൾ 4 പേരെ കൈകാര്യം ചെയ്യാൻ 2 കാല് 2 കൈയും വേണമായിരുന്നു. സ്ഥിരം പറയുന്നുണ്ട്. ഞങ്ങള് പാവത്തുങ്ങള്, അവളാണ് എന്റെ ദൈവമേ. അയ്യോ, അത് ഓരോന്നും പറഞ്ഞു തന്നെ ഇത് ഒരു ഇതില് തീരത്തില്ല. അത്രയ്ക്കുണ്ട് കൽപ്പനയുടെ ഒരുപാട്, ജീവിതത്തിൽ ഒരുപാട്. പക്ഷെ അത്രയും സന്തോഷം തന്നിട്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് ഞാൻ ചിരി മാച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചിരിയും കൊണ്ട് പോക്കളഞ്ഞു. ഒരുപാട് കോമഡി പറയാനുണ്ട്. ഒത്തിരി ഉണ്ട്. വഴക്കാളിയായിരുന്നു അല്ലേ? വഴക്കാളിയായിരുന്നു. തല്ലുണ്ട്. തല്ലു. കാരണം ഇവിടെ ഓരോന്ന് കാണിച്ചോണ്ട് വരും. കാണിച്ചോണ്ട് വരുന്നതിന് ഉർവശിയാണ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. ഞാനൊന്നിനും പോവില്ല. അതിന് ഉർവശിക്കിട്ട് അടി, എന്റെ ദൈവമേ, നരിച്ചീർന്നാ വിളിക്കുന്ന ഉർവശിയെ. കീന്ന് മഞ്ഞൊരു വിളിച്ചു കഴിഞ്ഞാൽ അവള് പിന്നെ അച്ഛൻ്റെ മുമ്പിൽ ചെന്നേ നിൽക്കത്തുള്ളൂ. ഭയങ്കര വോയിസാ. അപ്പം അവളെ അടിക്കുന്നതും ഉപദ്രവിക്കുന്നതും എന്നെ പിന്നെ ഒന്നിനും അടയെ കൊണ്ടും ഉണ്ടായിരിക്കും. ചേച്ചി ഉള്ളൊഴുക്ക് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോ ഈ ഉർവശി ചേച്ചിയുടെ ഞാൻ കുറച്ച് പകുതി കണ്ടിട്ട് പറ്റുന്നില്ല കാണാനായിട്ടാണ്. ഞാൻ കണ്ടില്ല, ഫുള്ള് കണ്ടില്ല. ഞാൻ അവളെ വിളിച്ച് പറഞ്ഞു എനിക്ക് കാണാൻ പറ്റില്ല. ഇത് കരിമീൻ മൂവിനക്കരെ ഇതൊക്കെ നമുക്ക് ഒരു ആശ്വാസമില്ല ആ പടത്തില്. ഫുള്ള് ദുഃഖം മാത്രമാണ്. അയ്യോ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ വയ്യ. അതുകൊണ്ട് പകുതി കണ്ടു, ഇനി പകുതി പിന്നെ കാണാന്ന് വെച്ചു. ചേച്ചി, ഞാൻ ചോദിക്കാൻ വന്നതെന്താ വെച്ചാൽ, ജയ ബേബി കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു പാരഞ്ജിത്തിന്റെ പടമാണ് പ്രൊഡക്ഷൻ, നീലം പ്രൊഡക്ഷൻ. അപ്പൊ ഞാൻ വിചാരിച്ചു ചേച്ചി ഇത്രയും സിനിമ നമുക്ക് തന്നല്ലോ, ചേച്ചിക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുക്കുകയാണ് നമ്മൾ ജയ ബേബി എന്നാണ് കരുതിയിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഉള്ളൊഴുക്ക് വന്നു. അതിലും അസാധ്യമായ പ്രകടനം. ചേച്ചിയുടെ ആ ഷോട്ട് ശരിക്കും അയാൾ കട്ട് ചെയ്യാത്തതാണെന്നാണ് പറഞ്ഞത് സംവിധായകൻ. ഡിഫറെന്റ് കട്ട് ഷോട്ട്സ് ഉണ്ടായിരുന്നു, പക്ഷേ ചേച്ചിയുടെ പ്രകടനം കൊണ്ട് അത് മാത്രം മതി ഡെപ്തിൽ എന്ന് വിശ്വസിച്ചു. ആ ഷോട്ട് ചേച്ചി കണ്ടിട്ടുണ്ടാവും. അത് കാരണം തുടക്കത്തിലാണല്ലോ ഉള്ളത്. ചേച്ചിയെ കുറിച്ച്, ചേച്ചിയുടെ അഭിനയത്തിന്റെ ഈ പുതുക്കപ്പെടുന്ന ഒരു സ്വഭാവം ഇല്ലേ, അതിനെ കുറിച്ചും കൂടെ ഒന്ന് കമന്റ് ചെയ്യും. ഉർവശിക്ക് ശരിക്കും ഉർവശി നിറക്കൂട്ട് ഒക്കെ ചെയ്യുന്നില്ലേ, അതുവരെ അവള് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു. ഇതാണ് എൻ്റെ ലൈഫ് കൊണ്ടുപോകുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് അവിടെ ചേഞ്ച് ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ ഓരോ ക്യാരക്ടർ ജീവിക്കുക. കംപ്ലീറ്റ് അത് സ്ക്രിപ്റ്റ് വായിച്ച് ആ ക്യാരക്ടറായിട്ട് അതെങ്ങനെ ചെയ്യാം. പക്ഷെ വേറൊന്ന്, അവൾ ആ ഷൂട്ടിന് വരുമ്പോഴാണ് ആ ക്യാരക്ടറായിട്ട് മാറുന്നത്. 2 ദിവസം മുമ്പേ അങ്ങനെ ഇരിക്കത്തില്ല. പക്ഷെ അതൊരു വലിയ അനുഗ്രഹമാണ്. ഉർവശി എന്നുള്ള മഹാനടി നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആരാധിക്കുന്ന ഒരു നടിയാണ്. പൊടിമോളാണ് എൻ്റെ അനിയത്തി. എൻ്റെ വീട്ടിൽ എനിക്ക് പൊടിമോളാണ്. പക്ഷെ നടിയൊന്നുള്ള ലെവല് മാസ്. അങ്ങനൊരു കലാകാരിക്ക് സഹോദരിയായിട്ട് വന്നതിൽ സത്യത്തെ അഭിമാനമാണ്. അതൊരു ആർട്ടിസ്റ്റ് ആണ് പറയുന്നത് എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അതായത് സഹോദരി എന്നുള്ള അർത്ഥത്തിലല്ല. നിങ്ങൾ 3 പേരും നല്ല ആർട്ടിസ്റ്റുകളാണെന്ന് തെളിയിച്ച ആൾക്കാർ തന്നെ ഈ കമന്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര സുഖമാണ് കേൾക്കാൻ. ചേച്ചിയുടെ ആരാധകരായിട്ടുള്ള ഞങ്ങൾക്ക് ഭയങ്കര ഗൂസ് ബംസ് ഉണ്ടാക്കുന്നത്. ശരിക്കും സൈജു, ശരിക്കും അന്താക്ഷരി പോലൊരു പടം സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആട് ഭയങ്കര രസമായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് പറ്റനില്ല ഷാജിയേട്ടാ എന്ന് പറയുന്ന ഡയലോഗ് നമ്മൾ ഒരു കാലത്ത് മറക്കില്ല. മറ്റേ കമ്പിളി പുതപ്പം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇതായി പ്രയോഗമായി, സാഹിത്യ പ്രയോഗമായി മാറി. എന്നുവെച്ചാൽ എവിടെ നമ്മൾ മാസ് കാണിക്കാൻ ചെല്ലുമ്പോഴും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ഡയലോഗാണിത്. എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജിയേട്ടാ എന്ന് പറയുമ്പോൾ ആ സീന് ലൈറ്റ് ആവുകയാണ്. അങ്ങനെ ഒരു സ്ഥാനത്തിലേക്ക് വരാൻ കഴിഞ്ഞത് നല്ലതാണ്. പക്ഷേ അന്താക്ഷരി പോലൊരു പടം സെലക്ട് ചെയ്യുന്ന സമയത്ത് സൈജുവിൻ്റെ മനസ്സിൽ എന്തായിരുന്നു? അത്രയും വലിയൊരു ക്യാരക്ടർ ചെയ്തു വെച്ചും കോമഡികൾ ഇങ്ങനെ നിരന്തരമായി ചെയ്യുകയൊക്കെ ചെയ്യുന്ന സ്പേസിൽ നിന്ന് അന്താക്ഷരിയിലേക്ക് പോകുമ്പോൾ, ഇല്ലെങ്കിൽ അത്തരം ഒരു ഡെപ്തിലുള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ ചിന്തിച്ചിരുന്നത്? എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്നൊക്കെയാണ്. അതൊരു എന്നെ സംബന്ധിച്ച് ആസ് എൻ ആക്ടർ ഒരു ഭയങ്കര ചേഞ്ച് ആയിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്തത്. വിപിൻ ദാസിന്റെ ഫസ്റ്റ് പടം മുതുകവില് ഞാൻ ഭാഗമാവേണ്ടതായിരുന്നു. എനിക്ക് ആ സമയത്ത് ഈ ഡേറ്റിന്റെ പ്രശ്നം കാരണം ആകാൻ പറ്റാഞ്ഞതാണ്. സൗബിനും ഹരീഷ് കണാരനും ചെയ്ത സീരിയൽ കില്ലേഴ്സ് എന്ന് പറഞ്ഞ സീരിയൽ ഒരുപാട് കാണുന്ന കില്ലേഴ്സ് ആയിട്ട് അഭിനയിക്കുന്ന 2 ക്യാരക്ടേഴ്സ്. അതിനകത്ത് ഏതോ ഒരു ക്യാരക്ടർ, ഏതാണെന്നുള്ള എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ആ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു. ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ചെയ്യാൻ പറ്റില്ല. ഞാൻ മുതുക ഞാൻ ഫസ്റ്റ് ഡേ പത്മയിൽ പോയി കണ്ടു. എന്നിട്ട് ഞാൻ പ്രൊഡ്യൂസേഴ്സിൻ്റെ പറഞ്ഞു ഈ പടം ഉറപ്പായിട്ടും ഹിറ്റാവുമെന്ന് പറഞ്ഞു. പക്ഷെ പടം അങ്ങനെ പോയില്ല. ബട്ട് അതിൻ്റെ മേക്കിംഗ് ആയാലും അതിൻ്റെ റൈറ്റിംഗ് ആയാലും ഭയങ്കര ഇംപ്രസീവ് ആയിരുന്നു.
അപ്പം അങ്ങനെ ഈ കോവിഡ് ഒക്കെ വന്ന് ലോക്ക്ഡൗൺ ഒക്കെ പതുക്കെ കുറച്ച് റിലാക്സ് ആകുന്ന സമയത്താണ് വിപിൻ എന്നെ വിളിച്ചിട്ട് സൈജു ഇങ്ങനെ ഒരു കഥയുണ്ട് ഒന്ന് കേൾക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ വിപിൻ പറഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും കേൾക്കും. ഞാൻ വിപിനോട് തന്നെ വിപിൻ എന്ത് ചോദ്യം ചോദിക്കുന്നത്, നിങ്ങൾ പറ എന്താണ് പരിപാടി. അപ്പം പറഞ്ഞ അന്താക്ഷരി എന്നാണ് പടത്തിന്റെ പേര്. ഒരു സൈക്കോ ഒരു പോലീസുകാരനെ അന്താക്ഷരി കളിപ്പിച്ച് പേടിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ മകളെ തട്ടും അന്താക്ഷരി കളിച്ചില്ലെങ്കിൽ. കൊള്ളാമല്ലോ കൺസെപ്റ്റ്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറഞ്ഞു. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടു. പിന്നെ അതിൻ്റെ അകത്ത് ആ കഥയിൽ ഒരു രീതിയിലും ഞാൻ നോ പറയേണ്ട ഒരു ഇതില്ലായിരുന്നു. എന്നുവെച്ചാൽ വിപിൻ ഓൾറെഡി ഒരു പടം ചെയ്ത ആളാണ്. ആ സ്ക്രിപ്റ്റ് മൊത്തം ഞാൻ വായിച്ചിട്ടുള്ളതാണ്, ആ പടം ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ വിപിൻ്റെ കാലിബറിനെ പറ്റി നമുക്കറിയാം. അപ്പോൾ ഇദ്ദേഹം തന്നെയാണ് എഴുതി സംവിധാനം ചെയ്യാൻ പോകുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചൊരു വളരെ വ്യത്യസ്തമായ ക്യാരക്ടർ. ഇയാള് ആക്ച്വലി ഒരു ഭയങ്കര ടെററൊന്നുമല്ല. ഇദ്ദേഹം പോലീസാണെങ്കിൽ നമ്മൾ മിക്കവാറും പോലീസ് കഥാപാത്രങ്ങൾ ഇങ്ങനത്തെ സിനിമകളിൽ, ഒരു ത്രില്ലർ സിനിമകളിൽ കാണുമ്പോഴത്തേക്കും ഭയങ്കര ടെററായിട്ടുള്ള പ്രൊട്ടാഗനിസ്റ്റ് ആയിരിക്കും പോലീസ് ഓഫീസർ ക്യാരക്ടർ. പക്ഷെ ഇയാൾ ഭയങ്കര ഒരു ജോവിയലായിട്ടുള്ള കക്ഷിയാണ്. അന്താക്ഷരി കളിച്ച് അങ്ങനെ ജീവിതം അങ്ങനെ മുമ്പോട്ട് പോകുന്നു. പെറ്റി കേസിൽ വരുന്ന ആൾക്കാരെയൊക്കെ അന്താക്ഷരി കളിപ്പിക്കുക, അവർ പാടിയില്ലെങ്കിൽ അവരെ ഇടിക്കുക, പാടിയാൽ അവരെ വിടുക, ഇങ്ങനെയൊക്കെ ഒരു ഭയങ്കര ലൈറ്റ് മൂഡിൽ പോകുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ അയാളുടെ ലൈഫിലേക്ക് ഇങ്ങനത്തെ ഒരു ഭയങ്കര ഒരു സൈക്കോ വരുന്നതും അപ്പൊ അത് ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെയാണ് ഞാനത് കമ്മിറ്റ് ചെയ്തത്. അതെ. ദിവ്യ, ഒരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പോൾ കസബ പോലൊരു സിനിമയിൽ കുറച്ച് തരത്തിലുള്ള കമന്റ്സ് ഒക്കെ വന്നിട്ട് ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭീമന്റെ വഴി ഒരു ആശ്വാസമാണെന്ന് പറയുമ്പോൾ ഈ ഭരതനാട്യം ഈ കുറച്ചുകൂടെ മുഖം മാറ്റും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. അത് എത്രത്തോളം മാറി വരും എന്നുള്ളത് തിയേറ്ററാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ സമീപിക്കുന്നുണ്ട്. ഈ ഭരതനാട്യം എന്തുകൊണ്ട് അങ്ങനെ ആവുമെന്നാണ് ദിവ ശരിക്കും വിചാരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും ഭരതനാട്യം ശ്രദ്ധിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നത്? ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഭരതനാട്യത്തിലെ എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് അറിയാവുന്നവരാ. അത് നമുക്ക് എപ്പോഴും ഒരു സിനിമ കാണുമ്പം ഒന്നെങ്കിൽ അത് വേറൊരു ലെവൽ ഓഫ് പടമായിരിക്കണം, അടി ഇടി ബഹളം എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ഒരു കളർ വേണം. ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാ നമ്മളുടെ ജീവിതവുമായി എന്തെങ്കിലും ഒരു കണക്ഷൻ വേണം സിനിമയ്ക്ക്. ഇപ്പോഴും നമ്മൾ പറയുന്ന പഴയ സിനിമകൾ, ഒത്തിരി പഴയ ലാലേട്ടനും മമ്മൂക്കയും ഒക്കെ അഭിനയിച്ച പണ്ടത്തെ സിനിമകൾ എന്തുകൊണ്ട് എപ്പോഴും നമ്മൾ പറയുന്നത്, കാരണം അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം നമ്മളുടെ മനസ്സിൽ നമ്മുടെ ജീവിതവുമായി കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ആരെങ്കിലും ആയിട്ടൊരു സാമ്യം ഉണ്ടാവും. ഭരതനാട്ടിലെ എല്ലാ കഥാപാത്രങ്ങളും, ഇപ്പൊ ഞാനാണ് കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആള്, എന്റെ അനിയനാണ് സൈജു, സൈജുവിന്റെ അനിയത്തിയാണ്, അങ്ങനെയാണ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് വരുന്നത്. അമ്മ, അച്ഛൻ, ഇവരെല്ലാം നമ്മുടെ ജീവിതത്തിലുള്ള ആൾക്കാരാ. ഈ അമ്മ എന്റെ അമ്മയെ പോലെ തന്നെയാ, ചീത്ത പറയുന്നതും ബഹളം വെക്കുന്നതും ഒക്കെ, എഴുന്നേറ്റ് പോടി ഇതൊക്കെ പറയണത് കറക്റ്റ് എന്റെ വീട്ടിലെ പോലെ തന്നെയാ. അല്ലെങ്കിൽ ഞാനൊരു അമ്മയാണ്, ഞാൻ അങ്ങനെ എന്റെ കുട്ടികളുടെ അടുത്ത്. അപ്പം അതുപോലെ ഇതുപോലത്തെ ഒരു ബ്രദർ ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും. എന്റെ ബ്രദർ ഇതുപോലെ തന്നെ, നമ്മളെന്തെങ്കിലും വേണ്ടത് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടല്ലേ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവനത് ചെയ്യുമായിരിക്കും, പക്ഷെ എന്റെ മുമ്പിൽ വേണ്ട ചേച്ചി എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് സൈജുവിന്റെ ക്യാരക്ടർ മൊത്തത്തിൽ അങ്ങനെയല്ല. ഞാൻ പറയാം, അങ്ങനെ ഒരു കോൺവെർസേഷൻ ഞങ്ങളുടെ ഇടയിലുണ്ട് ഈ സിനിമയിൽ. സ്വാതിയെ പോലത്തെ ഒരു മരുമകൻ എല്ലാ വീട്ടിലും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിലുണ്ടാവും, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ നന്ദുചേട്ടന്റെ ക്യാരക്ടർ, ഭാര്യ, ഇച്ചിരി ഭാര്യ പേടിയുണ്ട് എന്നാ പുള്ളി ഇത് പുറത്ത് കാണിക്കില്ല, അങ്ങനത്തെയൊക്കെ എല്ലാ ആളുകളും, ശ്രുതിയുടെ ക്യാരക്ടറും ഒക്കെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിതിൽ ചെയ്തേക്കുന്ന കഥാപാത്രം വളരെ, എനിക്ക് ഒന്നാമത്തെ കാര്യം ദാസ് വളരെ ഫ്രീ ആയിട്ട് ഈ ക്യാരക്ടർ പറഞ്ഞു തന്നതിന് ശേഷം പിന്നീട് ഒത്തിരി കൈ കടത്തിയിട്ടില്ല അഭിനയത്തില്. ചേച്ചി അത് അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യൂ, ആ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ദാസ് ആണെങ്കിലും സാംസൺ ആണെങ്കിലും അസോസിയേറ്റ് നമ്മൾക്ക് വിട്ടു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീഡം ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ എന്ന്. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പറയുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ജീവിക്കാമായിരുന്നു. അപ്പൊ അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമ്മള് അറിഞ്ഞ് അഭിനയിച്ച, അല്ലെ അറിഞ്ഞ് ജീവിച്ച് ചെയ്തൊരു പടമാണ്. ഞാൻ 100% ഇഷ്ടത്തോടു കൂടി ആ ക്യാരക്ടർ ചെയ്തതാ. അപ്പം നമ്മൾ 100% ഇഷ്ടത്തോടുകൂടി ചെയ്യുന്ന ആളുകൾ സ്വീകരിക്കുന്നുള്ളൊരു വിശ്വാസം സ്വീകരിക്കണം. സ്വാതി, യങ്ങായിട്ടുള്ളൊരു അഭിപ്രായം പറയുന്ന സ്വാതിയാണല്ലോ. സ്വാതി, എങ്ങനെയാണ് ഇതിന്റെ ഹുക്കിംഗ്, എങ്ങനെയായിരിക്കും, എന്തായിരിക്കും ആൾക്കാർക്ക് ക്യാച്ച് ചെയ്യാൻ പോകുന്നത് ഈ പടത്തിൽ? ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഭയങ്കര എനിക്ക് ഞാൻ പറയാം, എനിക്ക് പേഴ്സണലി ഞാൻ എന്താണ് ഭയങ്കര റിലാക്സ് ചെയ്ത്, അതായത് നാട്ടിൽ കസിൻസിൻ്റെ ഒക്കെ കൂടെ ഇരുന്ന് ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് ചില സന്ധ്യാനേരങ്ങൾ നമ്മൾ സമയം ചെലവിടുമല്ലോ, അങ്ങനത്തെ ഒരു വൈബാണ് മൊത്തത്തിൽ. സെറ്റിലായാലും കഥയിലെ പരിസരങ്ങൾ വരുമ്പോഴും എല്ലാം മൊത്തത്തിൽ അവിടെ ഉണ്ട്. കുറച്ച് നാൾ അവിടെ ജീവിച്ച് ആ ഒരു ക്യാരക്ടറായി അങ്ങനെ എല്ലാവരുടെയും കൂടെ ഒരു ജോളിയായിട്ട് നടന്ന ഒരു സംഭവമായിരുന്നു. അത് ഭയങ്കര
ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയായിരുന്നു. അങ്ങനത്തെ ഒരു സെറ്റാണ് ഇപ്പോൾ സായി ചേട്ടൻ്റെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ചേച്ചിയുടെ കൂടെ അതൊക്കെ നമ്മൾ ടി വിയിൽ മറ്റേ ചെറുപ്പത്തിൽ ഇങ്ങനെ കണ്ടിട്ടുള്ള ആൾക്കാരാണ് മുമ്പിൽ ഈ സൈഡിലൊക്കെ ഇരിക്കുന്നത് പറയുമ്പോൾ ഉള്ളൊരു സന്തോഷം. സായികുമാർ ഏട്ടൻ അതൊക്കെ ഭയങ്കര ഭാഗ്യമാണ്. അടിപൊളി. എനിക്ക് ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത് ദിവ്യയുടെ കാര്യം. ദിവ്യ പുകഴ്ത്താനാണോ ഉദ്ദേശിക്കുന്നത്? വേണ്ടല്ലേ? വേണ്ട എന്നാ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, ഒരു ചാൻസ് അല്ല, ആസ് എൻ ആക്ടർ അല്ല ഞാൻ കൊടുക്കാൻ പോകുന്നത്, ആസ് എ പേഴ്സൺ. അതായത് ഈ ഒരു ക്യാരക്ടറിന് നമ്മൾ ഒറിജിനൽ കാസ്റ്റിംഗ് വേറൊരാളായിരുന്നു, പക്ഷെ ഡേറ്റ്സിന്റെ ഒക്കെ ഇഷ്യൂസ് കാരണം ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ഞങ്ങൾ 2-3 ആക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്തു. അപ്പം അങ്ങനെ ഓരോ കാരണവശാൽ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഷൂട്ട് ഓൾറെഡി തുടങ്ങി മാർച്ച് 10-ന്. അപ്പം 11-ാം തീയതി, അതായത് പിറ്റേ ദിവസം നമ്മൾ ചാർട്ട് ചെയ്തിരിക്കുന്ന പ്രകാരം ഈ ക്യാരക്ടറിൽ ഒരു ആക്ടർ വന്ന് അഭിനയിക്കണം, അല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ഷൂട്ട് ചെയ്യാനില്ല. എന്നാൽ ബാക്കിയുള്ളവർക്ക് ഡേറ്റ്സ് പിന്നെയാണ്. അപ്പം ഞാൻ എന്തായാലും അവൈലബിൾ ആണ്. ബാക്കി അപ്പം ഞാനും ഈ ക്യാരക്ടർ തമ്മിലുള്ള കോമ്പിനേഷൻ എടുത്തേ പറ്റുള്ളൂ. അപ്പം ആളെ കിട്ടുന്നില്ല. ഇത് പിന്നെ നമുക്ക് ഇതൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ ആയത് കാരണം എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരാളെ നമുക്ക് ഇനിയിപ്പോൾ ഓഡിഷൻ ചെയ്തെടുത്ത് ഇടാനൊന്നും നമുക്ക് ടൈമുമില്ല. അപ്പൊ എന്താ ചെയ്യുക? അങ്ങനെ ദാസൻ പറയുകയാണ് നമുക്ക് ദിവ്യ എം നായർ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പൊ പറഞ്ഞ് ചോദിച്ചു നോക്ക്, ബട്ട് ഇത് ഭയങ്കര ഷോർട്ട് നോട്ടീസ് ആണ്. അപ്പം ഷോർട്ട് നോട്ടീസിൽ സാധ്യത കുറവാണ്, ബിക്കോസ് ഷീ വിൽ ഓൾസോ ബി ബിസി. അങ്ങനെ വിളിച്ചു. ആൻഡ് ഷീ കെയിം ഫോർ ദ ഷൂട്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് 9 മണിക്ക് എത്തി, ഒരു സീൻ ഷൂട്ട് ചെയ്തു. എന്നിട്ട് ഷീ ഹാഡ് സം കമ്മിറ്റ്മെന്റ്. നമ്മൾ ഷൂട്ട് ചെയ്തത് മാളയിലാണ്, അപ്പോൾ എറണാകുളത്ത് എന്തോ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു, അതിനുവേണ്ടി പോയി. പിറ്റേ ദിവസം തൊട്ട് ത്രൂ ഔട്ട് പിന്നെ നമ്മുടെ കൂടെയുണ്ട്. അതായത് ആസ് എ പേഴ്സൺ ഞാൻ പറയുന്നത്, ഈ സാധാരണ ലാസ്റ്റ് മൂവലൊക്കെ വിളിക്കുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു ഇത് തോന്നുമല്ലോ, ലാസ്റ്റ് മൊമെന്റ് വിളിച്ചതിന്റെ. പക്ഷെ അതൊന്നും ഇല്ലാണ്ട് വന്ന് അത് ചെയ്തു. ആൻഡ് വി ആർ ഓൾ വെരി ഗ്രേറ്റ്ഫുൾ ടു ഹർ. ഷീ കെയിം ആൻഡ് ഡിഡ് ദാറ്റ് ആൻഡ് ഡിഡ് ഇറ്റ് സൂപ്പർബ്ലി. പിന്നെ ദിവ്യ ഒരു കാര്യം എന്നോടൊന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഈ പടം അനൗൺസ് ചെയ്തപ്പോഴത്തേക്കും ദിവ്യ ഈ നമ്മുടെ ഈ ഫസ്റ്റ് ലുക്ക് അല്ല, ഈ അനൗൺസ്മെന്റ് പോസ്റ്റർ ഉണ്ടല്ലോ, ഭരതനാട്യം എന്നൊക്കെ പറഞ്ഞ് മൊത്തം നമ്മുടെ ടെക്നീഷ്യൻസിന്റെ പേരൊക്കെ, ഇതില് ഞാനും കൂടെ ഒരു ഭാഗമായിരുന്നെങ്കിൽ എന്നൊക്കെ അല്ലേ ദിവ്യ? അങ്ങനെ കാരണം സൈജുവിനെ എനിക്ക് നേരത്തെ അറിയാം. ഞങ്ങള് ഇദ്ദേഹത്തിന് ഓർമ്മയുണ്ടെന്ന്, ഞങ്ങള് കോമ്പിനേഷൻ അഭിനയിച്ചിട്ടുണ്ട് 1-2 പടത്തില്. അലമാരയിലുണ്ട്, പിന്നെ ഏതായിരുന്നു മറ്റേ പടം ഞാൻ പറഞ്ഞ ആൻമറിയിലുണ്ട്, ആൻമറിയില്, അലമാരയില്, സത്യം പറഞ്ഞ വിശ്വസിക്കും. അതിന് പേരായിരുന്നു, ഭാര്യയും ഭർത്താവ്, ഒറ്റ സീനേ ഉള്ളൂ. പക്ഷെ അപ്പം അന്ന് മുതൽ എനിക്ക് ഈ വ്യക്തിയെ അറിയാം. ഇപ്പൊ ഇനി ഞാൻ നിന്നെ പൂഴ്ത്തട്ടെ, ആ സാധനമല്ല, ജെന്യുവൻലി ആസ് എ പേഴ്സൺ എനിക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം, ഭയങ്കര ഡീസന്റ്, ഭയങ്കര നല്ല മനുഷ്യൻ, അങ്ങനെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുമല്ലോ. അപ്പൊ ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ പടം എന്നൊക്കെ ഞാൻ കണ്ടപ്പോ കൊള്ളാലോ, അടിപൊളി, ഭരതനാട്യം എന്ന് പേര്, അതും രസമുണ്ട്. അപ്പൊ എന്റെ അടുത്ത് സൈജു ചോദിച്ചു ഭരതനാട്യം, അങ്ങനെ എനിക്ക് ആ തോട്ട് പോയില്ല സത്യത്തിൽ. ഭരതനാട്യം ഉണ്ടോ ഈ സിനിമയിൽ എന്നുള്ള തോട്ട് പോയില്ല. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ട്വിസ്റ്റ്. നമ്മൾ ഈ സിനിമ അങ്ങനെ കാണുന്നോണ്ടായിരിക്കാം മേ ബി. പക്ഷെ എന്തോ പരിപാടി ഉണ്ട് ഇതില്, കൊള്ളാം പരിപാടി. അപ്പൊ ഇതിലൊക്കെ നമ്മളെ വിളിച്ചിരുന്നെങ്കിൽ, സത്യം ഞാൻ വിചാരിച്ചു വിളിച്ചിരുന്നെങ്കിൽ, ഞാനിങ്ങനെ മനസ്സിലോർത്തു. പക്ഷെ ആരും വിളിച്ചില്ല. പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ വിളിച്ചപ്പോൾ ഞാൻ കമ്മിറ്റ് ചെയ്തു എന്ന് പറയുന്നത്, ഞാനൊരു ആർട്ടിസ്റ്റാണ്. നല്ല കഥകൾ കേട്ട് നല്ല കഥകൾ എന്നിലേക്ക് വരുന്നത് ദൈവം കൊണ്ടു തരുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന യൂണിവേഴ്സ് കൊണ്ടു തരുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സാധനം എൻ്റെ അടുത്തേക്ക് വരുന്നത് അത് ഞാൻ ചെയ്യാനാണ്. എനിക്ക് വന്നത് പലരും വേറെ ചെയ്തിട്ടുണ്ട് പലപ്പോഴായിട്ട്, എനിക്ക് പറ്റാത്തത് കൊണ്ടൊക്കെ. ഇപ്പം ഇത് ഒരാൾ ചെയ്യാനില്ല. എന്നെ തലേദിവസം രാത്രി ലേറ്റ് നൈറ്റാണ് എനിക്ക് മിസ് കോൾ. ഞാൻ ഫോൺ സൈലന്റ് ആക്കി വെച്ചിട്ട് ഉറങ്ങാറ്. മെസ്സേജസ് ഒന്നും ഞാൻ ലേറ്റ് നൈറ്റ് നോക്കുകയില്ല, റിപ്ലൈ അയക്കില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ 6 മണി, കുട്ടികളെ സ്കൂളിലൊക്കെ വിടണം. എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് കൺട്രോളറുടെ മെസ്സേജ്, ജിതേഷിന്റെ പ്ലീസ് കോൾ ബാക്ക് എന്ന് പറഞ്ഞിട്ട്. സിനിമാക്കാരനാണല്ലോ, അപ്പൊ എന്തെങ്കിലും സിനിമ റിലേറ്റഡ് ആയിരിക്കും. ഞാനപ്പം കുട്ടികളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയപ്പോൾ തിരിച്ചു വിളിച്ചു. അപ്പൊ പറഞ്ഞു ഇങ്ങനെ ഒരു പടമുണ്ട്, ചെയ്യാൻ പറ്റുമോ, ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം. അപ്പൊ ഇന്നോ? അപ്പൊ ഇങ്ങനെയാണ് കേസ്. അപ്പൊ ഞാൻ പിന്നെ കഥ കേൾക്കട്ടെ, ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രമാണെന്ന് അറിയണ്ടേ. അപ്പൊ തന്നെ ദാസ് വിളിച്ചു ഹോൾ സ്റ്റോറി പറഞ്ഞു. എനിക്ക് നോ പറയാൻ ഒന്നുമില്ല ഇതില്, ഡേറ്റും ഉണ്ട്, ഞാൻ ഫ്രീ ആയിട്ട് ടർബോയുടെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയിട്ടിരിക്കാം. അപ്പൊ എനിക്ക് ഡേറ്റ് ഉണ്ട്, പിന്നെ നോ പറയാൻ ഒരു കാര്യമില്ല. പിന്നെ എന്തിനു ഞാൻ നോ പറയണം? പിന്നെ ഞാൻ ആഗ്രഹിച്ചതാണ് ഇതുപോലത്തെ ഒരു പടം. നമുക്കറിയാലോ ഈ പടം ഇങ്ങനെ ആയിരിക്കും.
ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ ആഗ്രഹിക്കാം, ഞാൻ നോ പറഞ്ഞിരുന്നെങ്കിൽ എന്തൊരു വലിയ റിഗ്രറ്റ് ആയി പോയേനെ. ജാടയിട്ടേ പണി കിട്ടിയേനെ. ജാടയുടെ ആവശ്യമില്ല. രജനീഷ് എന്തോ ചേച്ചിയൊക്കെ ചോദിക്കുന്ന സമയത്താണ് ഞാൻ ഇന്ററപ്റ്റ് ചെയ്തത്. അപ്പൊ എന്തോ ചോദിക്കാണ്ട് പോയി. ചേച്ചി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്തോ വിട്ടുപോയി. ചേച്ചി അതിലേക്ക് വരാം. അതിന് മുമ്പ് ഞാൻ സൈജുവിന്റെ അടുത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം വിട്ടുപോയി. ആട് 3 എപ്പോ വരും? ആട് 3 ഡിസംബറിലാണ് ഷൂട്ട് തുടങ്ങുമെന്നുള്ളത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അറിവ്. ഡിസംബർ അല്ലെങ്കിൽ ജനുവരിയിൽ തുടങ്ങും. എന്തായാലും അടുത്ത വർഷം ഫസ്റ്റ് ഹാഫ് തീരുന്നതിന് മുമ്പായിട്ട് റിലീസ് കാണുമെന്നാണ് പ്രതീക്ഷ. മിഥുന്റെ അടുത്ത് ചോദിച്ചപ്പോൾ മിഥുൻ ആട് ഫസ്റ്റ് പോലെ ചെയ്യില്ല എന്ന് പറഞ്ഞു. സെക്കൻഡ് തേർഡ് പോലെ, ഇല്ലെങ്കിൽ സെക്കൻഡ് തേർഡ് തമ്മിൽ ഒരു കമ്പാരിസൺ വേണ്ടി വരുമായിരിക്കും. അങ്ങനെയായിരിക്കും അല്ലേ പടം കൺസീവ്? കുറച്ചുകൂടെ ഒരു ലാർജ് ഇൻഫ്രാസ്ട്രക്ചറിലാണ് പരിപാടി പ്ലാൻ ചെയ്യുന്നത്. 3 മാസത്തെ ഡേറ്റ് ഒക്കെയാണ് എന്നോടൊക്കെ പറഞ്ഞിരിക്കുന്നത്. 3 മാസം എല്ലാ ദിവസവും ഷൂട്ടൊന്നും കാണില്ലായിരിക്കും. അപ്പൊ അറക്കൽ അബു അപ്ലിഫ്റ്റ് ചെയ്യപ്പെടും. അല്ല, അറക്കലബു മാത്രമല്ല, എല്ലാവരും എങ്കിലും അറക്കൽ അബുവിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. കൈവിറക്കുന്ന അറക്കൽ അബു. ചേച്ചി കണ്ടിട്ടുണ്ടോ ആട്? ആട് മറക്കാൻ പറ്റാത്ത അതെ ബെഞ്ച് മാർക്ക് സിനിമകളിൽ പേര് മാത്രമേ ഉള്ളൂ. ആ വില്ലനെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചേച്ചി ഈ പടം ചൂസ് ചെയ്യുന്ന സമയത്തും പിന്നെ ഇവരോടൊപ്പം ബിഹേവ് ചെയ്യുന്ന സമയത്തൊക്കെ എന്തായിരുന്നു ഫീല്? പിന്നെ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ മനസ്സിനകത്ത്? അതല്ലേ ഞാൻ പറഞ്ഞേ, എന്നോട് കഥ പറഞ്ഞത് ഒറ്റ ഇതില് കൃഷ്ണദാസ് വിളിച്ചിരുന്നു. വിളിച്ച് കഥ പറയുമ്പോൾ തന്നെ എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ സെറ്റ് വന്നിട്ടും ഞാൻ പറഞ്ഞ സെറ്റായിട്ട് തോന്നിയിട്ടില്ല. ഫാമിലി, എൻ്റെ മക്കള്, മരുമക്കള്, ഇത് തന്നെയാണ്. പിന്നെ ഞങ്ങളുടെ ഡയറക്ടർ വലിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഡയറക്ഷനെ കൂടുതൽ ഒന്നിച്ച് അഭിനയിക്കുമ്പോൾ അല്ലാതെ ഡയറക്റ്റ് ചെയ്യുമ്പോഴും അദ്ദേഹം മുമ്പിൽ വന്നിട്ടില്ല. കൃഷ്ണദാസ് മുമ്പിൽ വന്ന് ഒന്നും പറയാൻ വന്നിട്ടില്ല. എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ മൈക്ക് വിളിച്ച് പറയും. അല്ലാതെ അത്രയും നല്ലൊരു സെറ്റ് ഫ്രീ ആയിട്ട് ഇതിൽ ഏറ്റവും സെറ്റ് എല്ലാവരും പറയേണ്ട എന്ന് വെച്ചാൽ ക്യാരക്ടറുകളാണെങ്കിൽ എല്ലാവർക്കും ഫുൾഫില്ലായിട്ടുള്ള ക്യാരക്ടറാണ്. തുടക്കം പോലെ ലാസ്റ്റ് വരെ അമ്മയുണ്ട്, അച്ഛനും ഉണ്ട്, മക്കളും ഉണ്ട്, മരുമക്കളും ഉണ്ട്, ഇതിലെല്ലാവരും ഉണ്ട്. ഫിനിഷിംഗ് ഉണ്ട്. ചിലക്കിടയ്ക്ക് വന്നിട്ട് കാണാതെ പോകുമല്ലോ, ഇതിലങ്ങനെയില്ല. ഫിനിഷിംഗ് ഉണ്ട്, വലിയ സന്തോഷം. അപ്പൊ ചേച്ചി ഇത് പറയുന്നത് കേട്ട് വിശ്വസിക്കാൻ എന്തായാലും ഭരതനാട്യം തിയേറ്ററിൽ പോയി തന്നെ അതുകൊണ്ട് കാണണം. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ചേച്ചിയെടുത്ത് ചോദിക്കാമല്ലോ. അപ്പോൾ ചേച്ചിയെ പോലെ ഒരു ആർട്ടിസ്റ്റ് എന്തായാലും ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പോസിറ്റീവായിട്ട് അങ്ങനെ പറയുന്നതല്ല, ജഡ്ജ് ചെയ്ത് തന്നെ പറയുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞങ്ങളത് വിശ്വസിക്കുന്നു. തിയേറ്ററിൽ ഫസ്റ്റ് ദിവസം ഞങ്ങൾ വരും. പിന്നെ ഇന്ന് ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ചേച്ചിയെ കാണാൻ പറ്റി എന്നുള്ളതാണ്. ഇവരൊക്കെ ഉള്ളപ്പോഴും ഇപ്പോൾ ഈ സ്വാതി ശരിക്കും വരുമെന്നുള്ളത് എനിക്കറിയായിരുന്നു. സ്വാതിക്ക് ഞാൻ വരുമെന്നുള്ളത് അറിയില്ലായിരുന്നു, ദിവ്യക്കും അറിയില്ലായിരുന്നു. അവർക്കൊക്കെ സർപ്രൈസ് ആയിരുന്നു. ഞാൻ വലിയൊരു ഫാനാണ് കേട്ടോ. ഞാൻ എല്ലാ ഇതും കാണാൻ വേറെ ലെവൽ. വളരെ സോഫ്റ്റ് ആയിട്ട് ഓരോരുത്തരുടെ മനസ്സിരിക്കുന്ന നോണ്ടി എടുക്കാനുള്ള കഴിവുണ്ടല്ലോ. ഇത് വേറെ ആയിപ്പോയി. വളരെ പാവം പോലെ ഇരുന്ന് മുഖം പാവം പോലെ വെച്ചിട്ട് ചേച്ചി പാവം പോസിറ്റീവായിട്ട് പറയാമെന്ന് വിചാരിച്ച ഞാൻ പക്ഷേ നന്നായിട്ട് ഇപ്പൊ എത്ര ഒരു 4-5 പടത്തിന്റെ കഥയും പറഞ്ഞു ഇല്ലേ? അത് ഞാൻ പറഞ്ഞു നല്ലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോളേജ് അബൌട്ട് മ്യൂസിക് ഓഫ് മലയാളം അത് ഞാൻ എപ്പോഴും നിങ്ങളുടെ ഈ ഇന്റർവ്യൂസ് കാണുമ്പോഴത്തേക്കും എവിടെയെങ്കിലുമൊക്കെ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. യു ഹാവ് ഗ്രേറ്റ് നോളജ് അബൌട്ട് ദാറ്റ്. ഇപ്പം ഇദ്ദേഹം പാടിയൊരു പാട്ട് ഞാൻ എപ്പോഴും കേട്ടൊരു പാട്ടാണ്, പക്ഷെ അതിന്റെ ആരാണ് പിന്നണിയിൽ ഉള്ള ആൾക്കാരെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ബട്ട് യു നോ ദാറ്റ്. അത് നമ്മുടെ ജോണർ ആയതുകൊണ്ട് ശ്രദ്ധിക്കുന്നത്. അതെ, അല്ല ആ ജോണറിൽ ഇഷ്ടപ്പെടുന്നോണ്ടായിരിക്കും ഡെഫിനറ്റ്ലി. ഇപ്പൊ നമ്മള് ഒരു എന്താണ് ഇപ്പം അഭിനയം നമുക്ക് ഇഷ്ടമായത് കൊണ്ടാണ് നമ്മളൊക്കെ അഭിനയിക്കുന്നത്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് മ്യൂസിക് ഇഷ്ടമായതുകൊണ്ടാണ് അതിനെ പറ്റിയുള്ള നോളജ് ഉള്ളത്. ക്രിക്കറ്റിനെ പറ്റി അത്യാവശ്യം എനിക്ക് നോളജ് ആണ്. വെച്ചാൽ ക്രിക്കറ്റ് നമ്മൾ അത്രയും അപ്പോൾ തീർച്ചയായിട്ടും പടം വിജയിക്കട്ടെ. FDFSന് ഞാൻ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.